വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം. മോശ ഇസ്രായേൽ മുഴുവനെയും വിളിച്ച് അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ കൺമുൻപാകെ ഈജിപ്ത് ദേശത്ത് വെച്ച് ഫറവോയോടും അവന്റെ എല്ലാ സേവകരോടും അവന്റെ ദേശം മുഴുവനോടും ചെയ്തതെല്ലാം നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കഠിന പരീക്ഷകളായിരുന്നു അവ, ആ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും തന്നെ. എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല. നിങ്ങളെ ഞാൻ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ മേലുള്ള വസ്ത്രങ്ങൾ ജീർണിച്ചില്ല. നിന്റെ പാദത്തിൽ ചെരുപ്പ് തേഞ്ഞില്ല. നിങ്ങൾ അപ്പം ഭക്ഷിച്ചില്ല. നിങ്ങൾ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിച്ചതുമില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനായിരുന്നു അത്. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്ബോൻ രാജാവ് സീഹോനും ബാഷാൻ രാജാവ് ഓഗും നമ്മെ യുദ്ധത്തിൽ നേരിടാനായി പുറപ്പെട്ടു. എന്നാൽ അവരെ നമ്മൾ നിലംപരിചാക്കി. അവരുടെ ദേശം പിടിച്ചടക്കി റൂബൻ, ഗാദ്, മനാസയുടെ ഗോത്രപാതി എന്നിവയ്ക്ക് നമ്മൾ അവകാശമായി കൊടുത്തു. നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം അഭിവൃദ്ധിപ്പെടേണ്ടതിന് ഈ ഉടമ്പടി വ്യവസ്ഥകൾ നിങ്ങൾ കാത്തുപാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും വേണം. ഇന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗോത്ര തലവന്മാർ, ശ്രേഷ്ഠന്മാർ, മേൽനോട്ടക്കാർ എന്നിവരും ഇസ്രായേലിലെ ഓരോ പുരുഷനും നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, പാളയമധ്യേ വിറക് വെട്ടുന്നവർ മുതൽ വെള്ളം കോരുന്നവർ വരെയുള്ള നിന്റെ പ്രവാസി എന്നിവരും. ഇന്ന് ദൈവമായ കർത്താവ് നീയുമായി ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടിയിലും അവിടുത്തെ വാഗ്ദാനത്തിലും നീ പ്രവേശിക്കാനും അതുവഴി അവിടുന്ന് നിന്നോട് സംസാരിച്ചിട്ടുള്ളതുപോലെയും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ശപഥം ചെയ്തിട്ടുള്ളതുപോലെയും ഇന്ന് നിന്നെ സ്വന്തം ജനമായി സ്ഥാപിക്കാനും അവിടുന്ന് നിനക്ക് ദൈവമായിരിക്കാനും വേണ്ടിയാണത്. നിങ്ങളോട് മാത്രമല്ല ഞാൻ ശപഥപൂർവകമായ ഈ ഉടമ്പടിയും വാഗ്ദാനവും ചെയ്യുന്നത്, മറിച്ച് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിൽക്കുന്നവനോടും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഇല്ലാത്തവനോടും കൂടിയാണ്. ഈജിപ്ത് ദേശത്ത് നമ്മൾ വസിച്ചിരുന്നതും നിങ്ങൾ കടന്നുപോന്ന ജനതകളുടെ ഇടയിലൂടെ നമ്മൾ കടന്നു പോന്നതും നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ പക്കലുള്ള മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള അവരുടെ മ്ലേച്ഛതകളും വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടതാണല്ലോ. ആ ജനതകളുടെ ദേവന്മാരെ സേവിക്കാൻ ചെല്ലുന്നതിന് നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാനും കൈപ്പുള്ള വിഷഫലം കാക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാനുമാണ് ഈ ഉടമ്പടി. ഈ ശപഥവാക്കുകൾ കേട്ടിട്ടും കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ എന്റെ ഹൃദയ കാഠിന്യത്തിൽ വ്യാപരിച്ചാലും ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഉള്ളിൽ വീമ്പിളക്കുകയാണെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കാൻ മനസ്സാകുകയില്ല. അപ്പോൾ തീർച്ചയായും കർത്താവിന്റെ കോപവും തീക്ഷ്ണതയും അയാൾക്കെതിരെ പുകയും. ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപമൊക്കെയും അവനിൽ പതിയും. കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം തുടച്ചു മാറ്റും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയുടെ എല്ലാ ശാപങ്ങൾക്കും അനുസൃതം കർത്താവ് എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് അവനെ ദുരിതത്തിനായി വേർതിരിക്കും. കർത്താവ് ഈ ദേശത്തിന് വരുത്തിയ വ്രണങ്ങളും രോഗങ്ങളും കാണുമ്പോൾ ഭാവി തലമുറ, അതായത് നിങ്ങൾക്ക് ശേഷം ഉയരുന്ന നിങ്ങളുടെ സന്താനങ്ങളും വിദൂര ദേശത്ത് നിന്ന് വരുന്ന വിദേശിയും പറയും, ഗന്ധകവും നീറുന്ന ഉപ്പുമാണ് അവളുടെ ദേശമാകെ. അത് വിതയ്ക്കപ്പെടുന്നില്ല, ഒന്നും മുളപ്പിക്കുന്നുമില്ല, അതിൽ ഒരു സസ്യവും മുളച്ചു പൊന്തുന്നില്ല. അത് കർത്താവ് തന്റെ കോപക്ഷോഭത്താൽ തകിടം മറിച്ച സോദോമിന്റെയും ഗൊമോറയുടെയും അദ്മായുടെയും സെബോയിമിന്റെയും നാമാവിശിഷ്ടം പോലെ ആയിരിക്കുന്നു. എല്ലാ ജനതകളും ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ദേശത്തോട് കർത്താവ് ഇപ്രകാരം വർത്തിച്ചത്? എന്തുകൊണ്ട് ഈ വലിയ കോപജ്വലനം? അപ്പോൾ അവർ പറയും, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്
അവരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചതുകൊണ്ടാണ്. തങ്ങൾ അറിയുകയോ അവിടുന്ന് തങ്ങൾക്ക് ഭാഗധേയമായി നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ, അതായത് അന്യദേവന്മാരെ അവർ പോയി സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപമാകെ ഈ ദേശത്തിന്റെ മേൽ കൊണ്ടുവരാനായി കർത്താവിന്റെ കോപം ജ്വലിച്ചത്. കർത്താവ് കോപക്ഷോഭത്തോടും വലിയ ക്രോധത്തോടും കൂടെ അവരെ അവരുടെ മണ്ണിൽ നിന്ന് കടപുഴക്കി മറ്റൊരു ദേശത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോഴെന്ന പോലെ രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെതാണ്. വെളിപാടുകളാകട്ടെ ഈ നിയമത്തിന്റെ എല്ലാ വാക്കുകളും അനുസരിക്കേണ്ടതിന് നമുക്കും നമ്മുടെ സന്തതികൾക്ക് വേണ്ടി എന്നേക്കുമുള്ളവയാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം. ഞാൻ നിന്റെ മുൻപിൽ വയ്ക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം അനുഗ്രഹവും ശാപവും നിന്റെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ എവിടേക്ക് ചിതറിച്ചുവോ ആ സകല ജനങ്ങളുടെയും ഇടയിൽ നീ ആയിരിക്കെ അവ നിന്റെ മനസ്സിലേക്ക് വരികയും നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് നീ തിരിഞ്ഞ് ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്നതെല്ലാം പോലെ നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്താൽ ദൈവമായ കർത്താവ് നിന്റെ അടിമത്തം നീക്കി നിന്നോട് കാരുണ്യം കാണിക്കുകയും അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നെ ചിതറിച്ചിരുന്ന സകല ജനങ്ങളിലും നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നീ ചിതറിക്കിടക്കുന്നത് ആകാശത്തിന്റെ അതിർത്തിയിലാണെങ്കിലും നിന്റെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് നിന്നെ ഒരുമിച്ച് കൂട്ടും. നിന്നെ അവിടെ നിന്നെടുത്ത് നിന്റെ പിതാക്കന്മാർ കൈവശപ്പെടുത്തിയിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടുവരികയും നീ അത് കൈവശപ്പെടുത്തുകയും ചെയ്യും. അവിടുന്ന് നിനക്ക് നന്മ വരുത്തുകയും പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നീ ജീവിക്കുന്നതിന് വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാൻ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും ദൈവമായ കർത്താവ് പരിച്ഛേദനം ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പിന്തുടരുന്ന ശത്രുക്കളുടെ മേലും നിന്നെ വെറുക്കുന്നവരുടെ മേലും ഈ ശാപങ്ങളെല്ലാം വർഷിക്കും. നീയാകട്ടെ പിന്തിരിഞ്ഞ് കർത്താവിന്റെ സ്വരം കേൾക്കുകയും ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഓരോ കരവേല കൊണ്ടും, അതായത് നിന്റെ ഉദരഫലം, മൃഗസമ്പത്ത്, നിലത്തിന്റെ വിളവ് എന്നിവ കൊണ്ട് നിന്നെ ഐശ്വര്യത്തിനായി അവശേഷിപ്പിക്കും. നിന്റെ പിതാക്കന്മാരെ പ്രതി കർത്താവ് സന്തോഷിച്ചതുപോലെ തീർച്ചയായും ഐശ്വര്യത്തിനായി നിന്നെ പ്രതിയും കർത്താവ് വീണ്ടും സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് നീ അവിടുത്തെ സ്വരം ശ്രവിച്ച് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയണം എന്നു മാത്രം. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഈ കൽപ്പന നിന്നെ സംബന്ധിച്ച് അസാധാരണമോ വിദൂരസ്ഥമോ അല്ല. നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് നമുക്കായി കൊണ്ടുവരും എന്ന് പറയാൻ അത് സ്വർഗത്തിലല്ല. നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് ആര് കടലിനക്കരെ കടന്ന് അത് നമുക്കായി കൊണ്ടുവരും എന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. എന്തെന്നാൽ വചനം നിനക്ക് ഏറെ സമീപസ്ഥമാണ്. അത് പ്രാവർത്തികമാക്കേണ്ടതിന് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. നോക്കൂ, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. അവ നിന്നോട് ഞാൻ ഇന്ന് ആജ്ഞാപിച്ചിട്ടുള്ളത് നിന്റെ ദൈവമായ കർത്താവിന്റെ മാർഗങ്ങളിൽ ചരിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും വേണ്ടിയാണ്. അങ്ങനെ നീ ജീവിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും നീ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നീ ചിതറിക്കപ്പെട്ട് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യും. നിങ്ങൾ തീർച്ചയായും നശിക്കുമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. നീ കൈവശമാക്കാനായി ജോർദാൻ കടന്ന് പ്രവേശിക്കുന്ന നാട്ടിൽ ആയുസ് ദീർഘിക്കാൻ നിങ്ങൾ ഇടയാക്കും. ആകാശവും ഭൂമിയും ഇന്ന് ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷിയാക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് നീ ജീവൻ തിരഞ്ഞെടുക്കണം. നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തോട് ചേർന്ന് നിൽക്കാനും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നീ വസിക്കാനും വേണ്ടിയാണ് ഇത്.
എന്തെന്നാൽ അവിടുന്നാണല്ലോ നിന്റെ ജീവനും ദീർഘായുസ്സും. 142 സങ്കീർത്തനം. കർത്താവിങ്കിലേക്ക് എൻ്റെ സ്വരമുയർത്തി ഞാൻ നിലവിളിക്കുന്നു. കർത്താവിങ്കിലേക്ക് എൻ്റെ സ്വരമുയർത്തി ഞാൻ യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതി ചൊരിയുന്നു. എൻ്റെ ദുരിതം ഞാൻ അവിടുത്തെ മുൻപിൽ വിവരിക്കുന്നു. എൻ്റെ മനം തളരുമ്പോൾ അങ്ങാണ് എൻ്റെ പാത അറിയുന്നത്. ഞാൻ നടക്കുന്ന മാർഗത്തിൽ അവർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. വലത്തുവശത്തേക്ക് നോക്കി അങ്ങ് കാണണമേ. എന്നോട് ആർക്കും പരിഗണനയില്ല. അഭയം എന്നിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു. എൻ്റെ ജീവൻ ഗൗനിക്കുന്നവനില്ല. കർത്താവെ, ഞാൻ അങ്ങയുടെ നേർക്ക് നിലവിളിക്കുന്നു. ഞാൻ പറഞ്ഞു, അങ്ങാണ് എൻ്റെ അഭയം, ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ ഓഹരി. എൻ്റെ രോദനത്തിന് നേർക്ക് ശ്രദ്ധ തിരിക്കണമേ. എന്തെന്നാൽ ഞാൻ തീർത്തും തളർന്നിരിക്കുന്നു. എന്നെ പിന്തുടരുന്നവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവർ എന്നേക്കാൾ ശക്തരായിരിക്കുന്നല്ലോ. അങ്ങയുടെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനായി തടവറയിൽ നിന്ന് എൻ്റെ ആത്മാവിനെ പുറത്തു കൊണ്ടുവരണമേ. അങ്ങ് എനിക്ക് പ്രതിഫലം തരുമ്പോൾ നീതിമാന്മാർ എൻ്റെ ചുറ്റും കൂടും. 143 സങ്കീർത്തനം. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ. അങ്ങയുടെ വിശ്വസ്തതയിൽ നീതിയിൽ എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ ദാസനുമായി ന്യായവിചാരണയിലേക്ക് പ്രവേശിക്കരുതേ. എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. അതെ, ശത്രു എൻ്റെ ആത്മാവിനെ പിന്തുടർന്നു. അവൻ എൻ്റെ ജീവൻ നിലത്തേക്ക് എറിഞ്ഞ് തകർത്തു. പണ്ടേ മരിച്ചവരെ എന്ന പോലെ എന്നെ അവൻ അന്ധകാരത്തിൽ പാർപ്പിച്ചു. എൻ്റെ ചൈതന്യം എന്നിൽ ക്ഷയിച്ചു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നടുങ്ങുന്നു. കഴിഞ്ഞ കാലങ്ങളോർത്ത് അങ്ങയുടെ ഓരോ ചെയ്തിയെയും പറ്റി ഞാൻ ധ്യാനിച്ചു. അങ്ങയുടെ കരവേലയെപ്പറ്റി ഞാൻ പരിചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കൈകൾ അങ്ങയുടെ നേർക്ക് ഞാൻ വിരിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിച്ചു വരേണ്ട ഭൂമി പോലെയാണ്. കർത്താവെ, തിടുക്കപ്പെട്ട് എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ചൈതന്യം ക്ഷയിച്ചിരിക്കുകയാണ്. എന്നിൽ നിന്ന് തിരുമുഖം മറക്കരുതേ. കുഴിയിലേക്ക് താണിറങ്ങുന്നവരുമായി ഞാൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കാൻ എനിക്ക് ഇടയാക്കണമേ. അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ. അങ്ങിലേക്കാണല്ലോ എൻ്റെ ആത്മാവിനെ ഞാൻ ഉയർത്തിയിരിക്കുന്നത്. കർത്താവെ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പക്കലാണ് ഞാൻ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ ദൈവം. അങ്ങയുടെ സത്ചൈതന്യം നിരപ്പായ ഭൂമിയിലൂടെ എന്നെ നയിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ നീതിയാൽ എൻ്റെ ആത്മാവിനെ അങ്ങ് ദുരിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എൻ്റെ ശത്രുക്കളെ അങ്ങ് ഉന്മൂലനം ചെയ്യണമേ. എൻ്റെ ജീവന്റെ എതിരാളികളെ നശിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസനാണല്ലോ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9 അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ 12 പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എല്ലായിടത്തും സദ്വാർത്ത അറിയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. സംഭവിച്ചതെല്ലാം കേട്ട് ഭരണാധികാരിയായ ഹെറോദേസ് ചിന്താക്കുഴപ്പത്തിലായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റു ചിലരും പൂർവ്വ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെറോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെറോദേസ് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനോട് വിവരിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട്
സ്വകാര്യമായി ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് പിൻവാങ്ങി. ഇതറിഞ്ഞ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുകയും സൗഖ്യം ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുന്നതിനും ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേയുള്ളൂ. ഈ ജനത്തിന് മുഴുവൻ ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ജനത്തെ 50 വീതം പന്തികളായി ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട അവർ ശേഖരിച്ചു. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ ക്രിസ്തു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ